Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. എല്ലാവരും കേറുന്നേ ഉള്ളൂന്ന് തോന്നുന്നു. Good morning, ma'am. Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എവിടെ വരെയാ വായിച്ചു നോക്കിയായിരുന്നോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? To develop a human resource plan വരെയാണ് എടുത്തത്. അതായത് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലേ, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ എല്ലാവരും അത്യാവശ്യം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കുറച്ച് ഗ്യാപ്പ് വന്ന് അല്ലെ, എന്താണ് 3-ാം തീയതി നമ്മൾ ക്ലാസ് എടുത്തതാണ്, അന്ന് നിർത്തിയതിനു ശേഷം ഇച്ചിരിക്കാം. എന്തായാലും നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. മാൻ പവർ പ്ലാൻ കമ്പോണന്റ്. മാൻ പവർ പ്ലാൻ കമ്പോണന്റ് ഓക്കെ അല്ലേ, എല്ലാവരും എടുത്തില്ലേ? സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് മാൻ പവർ പ്ലാൻ കമ്പോണന്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിഭവശേഷി അല്ലെ, നമ്മള് ഈ ചാപ്റ്റർ ഉടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവിടെയുള്ള വർക്കേഴ്സിന്റെ അല്ലെ, ആ എത്രമാത്രം വർക്കേഴ്സ് അവരുടെ ആ ഒരു വർക്കിങ്ങിന്റെ ആ ഒരു സ്വീകാര്യത അല്ലെ, അവര് നല്ല ഏബിൾ ആണോ, അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ആ ഒരു പൊസിഷൻ ആണോ അവർക്ക് അവൈലബിൾ ആകുന്നത്, അങ്ങനെയൊക്കെയുള്ള പ്രധാന കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. അപ്പൊ ഇത് നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് മാൻ പവർ പ്ലാൻ കമ്പോണന്റ് ആണ്. അതായത് അതിന്റെ ആ ഒരു ഘടകങ്ങൾ അല്ലെ എന്തിനൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. The manpower plan can be broken down into 3 components. 3 ഘടകങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്. നമ്മളായിട്ട് ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പ്രവചനം അല്ലെ. നമ്മളൊരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ഒഴിവുകൾ വരാം, വേക്കൻസികൾ അവൈലബിൾ ആവാം. നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള വേക്കൻസികൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അവിടെയുള്ളവര് അല്ലെ ചിലപ്പോഴൊക്കെ ലീവ് എടുത്ത് പോകാൻ, ലോങ് ടേം ലീവ് എടുത്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ്, റിട്ടയർമെന്റ് കാലഘട്ടം ആവുമ്പോൾ അങ്ങനെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, സ്വമേധയെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വേക്കൻസികൾ ഓരോ സ്ഥാപനത്തിൽ വരാം. ഇൻ കേസ് ചിലപ്പോൾ സ്ഥാപനം വിപുലീകരിക്കുന്ന അനുസരിച്ചിട്ട് അതിന്റെ വേക്കൻസികൾ വരാം അല്ലെ. ഇപ്പൊ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രവചനം അല്ലെ, എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് അവൈലബിൾ റിസോഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇപ്പൊ ഇൻ കേസ് നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെ, ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന്റെ സ്റ്റോക്ക് എടുക്കുക, അതായത് എത്രത്തോളം പേഴ്സൺസ് അല്ലെ നമുക്ക് അവൈലബിൾ ആവും. ഇൻ കേസ് ഫ്യൂച്ചറിൽ വേക്കൻസികൾ വന്നാലും നമുക്ക് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ വിഭവശേഷി അല്ലെ, ഹ്യൂമന്റെ ആ വിഭവശേഷി അവൈലബിൾ ആകുന്നതിനെ കുറിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്ലാൻ. ഇൻ കേസ് നമുക്കറിയാം ചിലപ്പോഴൊക്കെ വേക്കൻസി ഫില്ല് ചെയ്യണമെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്തണം അല്ലെ, പുറത്തു നിന്ന് ആപ്ലിക്കേഷൻസ് ക്ഷണിക്കാം. ഓക്കെ അല്ലേ, നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ആണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്ത എന്ത് ചെയ്യും? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് അതിലേക്ക് വരാം. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ഫോർകാസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് പ്ലാൻ അല്ലെ. റിക്രൂട്ട്മെന്റ് നടത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെ, ആപ്ലിക്കേഷൻ ക്ഷണിക്കേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ തയ്യാറാക്കണം. To meet the gap between the internal resource and estimated need by external recruitment. അപ്പൊ നിലവിലെ നമുക്കറിയാം വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ മതിയായ എംപ്ലോയീസ് ഉണ്ടോ അല്ലെ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടോ എന്ന് വിലയിരുത്തുകയും ചെയ്യണം. എന്താണ് എക്സ്റ്റേണൽ പുറത്തു നിന്ന് ചിലപ്പോൾ റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് അതിനെ കുറിച്ചിട്ട്
ഒരു പ്ലാൻ തയ്യാറാക്കണം. എത്രത്തോളം പേരെ ഏത് ലെവലിലുള്ള വേക്കൻസിക്കൊക്കെ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്ലാൻ തയ്യാറാക്കുകയാണ് നെക്സ്റ്റ് ഇതിൽ പറയുന്നത്, നെക്സ്റ്റ് കമ്പോണന്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാനിൽ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അവിടെ വേക്കൻസികളൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മതിയായ ട്രെയിനിങ് ഒക്കെ കൊടുക്കണം അല്ലെ. ടു യൂട്ടിലൈസ് ഫുള്ളി ദ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ടു ഡെവലപ്പ് ദ പൊട്ടൻഷ്യൽ റിസോഴ്സസ്. അതായത് നമുക്ക് പരിശീലനം അല്ലെ, വികസന പദ്ധതി, പരിശീലന വികസന പദ്ധതി എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിന്റെ ആ മനുഷ്യ വിഭവശേഷി അല്ലെ, ആ ഹ്യൂമൻ റിസോഴ്സസ് പൂർണ്ണമായിട്ട് അത് വിനിയോഗിക്കണം അല്ലെ. അത് വിനിയോഗിക്കണമെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ചെറുതായിട്ടൊക്കെ ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കാം. വേണ്ടിവരില്ലേ? പരമാവധി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ വേണ്ടിവരോ? മനുഷ്യ വിഭവ ശക്തിയെ കുറിച്ചിട്ട് ആസൂത്രണം ചെയ്യും അല്ലെ, അതിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിലവിൽ എന്തൊക്കെയുള്ള റിസോഴ്സുകൾ ഉണ്ട് എന്ന് ആദ്യം തന്നെ ഫോർകാസ്റ്റ് ചെയ്യണം. ദെൻ റിക്രൂട്ട്മെന്റ് പ്ലാൻ തയ്യാറാക്കണം. അതിനുശേഷം മതിയായ രീതിയിൽ ഈ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മതിയായ പ്ലാനിങ് ഒക്കെ ആസൂത്രണം ചെയ്യണം അല്ലെ. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, നിലവിലുള്ള റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള ആ ഒരു അല്ലെ പ്ലാനിങ്ങുകൾ എന്തൊക്കെ എങ്ങനെയൊക്കെ രീതിയിൽ നടത്തണം എന്നുള്ളതാണ് നെക്സ്റ്റ് കമ്പോണന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെയാണോ? ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അല്ലെ. വിച്ച് ആർ ദ കമ്പോണൻസ് ഇൻ മാൻ പവർ പ്ലാൻ കമ്പോണന്റ് അല്ലെ. അത് 3 ഘടകങ്ങളാണ് അതിലുള്ളത്. ഒന്ന് ഫോർകാസ്റ്റിംഗ്, സെക്കൻഡ് വൺ റിക്രൂട്ട്മെന്റ് പ്ലാന്, തേർഡ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം റിക്രൂട്ട്മെന്റ്. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആപ്ലിക്കേഷൻസ് അത് അല്ലെ അവരെ കൊണ്ട് മറ്റു കാൻഡിഡേറ്റ്സിനെ കൊണ്ട് ആപ്ലിക്കേഷൻസ് നൽകാനായിട്ട് പ്രേരിപ്പിക്കുക അല്ലെ. റിക്രൂട്ട്മെന്റ് നടത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് അവരെ ക്ഷണിക്കുക അല്ലെ. എക്സ്പെക്ടഡ് ഓർഗനൈസേഷൻ വേക്കൻസികളിലേക്ക് കേസ് നിലവിലുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന വേക്കൻസികളിലേക്ക് മറ്റുള്ളവരിൽ നിന്ന് ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കണ്ടെത്തുക അല്ലെ എന്നുള്ളതാണ് പ്രധാനമായിട്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം റിക്രൂട്ട്മെന്റ് മീൻസ് ദ ഡിസ്കവറിംഗ് ഓഫ് ടാലന്റഡ് ആപ്ലിക്കൻസ് ഫോർ ആക്ച്വൽ ഓർ എക്സ്പെക്ടഡ് ഓർഗനൈസേഷൻ വേക്കൻസീസ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ നിലവിലുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളിലേക്ക് ടാലന്റഡ് ആയിട്ടുള്ള യോഗ്യരായ ആപ്ലിക്കേഷനുകളൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോവുക. ചിലപ്പോഴൊക്കെ നമുക്ക് ഡാഷ് മീൻസ് ഡിസ്കവറിംഗ് ടാലന്റഡ് ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞ് തന്നെ അതേ സെന്റൻസ് തന്നെ തരാറുണ്ട്. അപ്പൊ മനസ്സിലാക്കി എഴുതുക. അതൊക്കെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. ഓക്കെയാണ്? റിക്രൂട്ട്മെന്റ് എന്താന്നുള്ളത് കിട്ടിയോ? കാരണം റിക്രൂട്ട്മെന്റ് എന്താന്ന് കിട്ടിയാലാണ് അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളുണ്ട്. റിക്രൂട്ട്മെന്റ് എന്താന്ന് മനസ്സിലാക്കുക. അതായത് ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെ. വേക്കൻസി നിലവിലുള്ളതും അതേമാതിരി തന്നെ പ്രതീക്ഷിക്കാവുന്നതുമായുള്ള വേക്കൻസികളിലേക്ക് മതിയായ ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ആൻഡ് എൻകറേജിങ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അല്ലെ നോക്കുകയാണെങ്കിൽ റിക്രൂട്ട്മെന്റ് നടപടി എന്ന് പറയുമ്പോൾ അവിടെ അല്ലെ എംപ്ലോയീസിനെയൊക്കെ എൻകറേജ് ചെയ്യിപ്പിക്കുക അല്ലെ, പ്രോത്സാഹിപ്പിക്കുക, അവിടേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവരെ അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങളൊക്കെ ഉണ്ട് റിക്രൂട്ട്മെന്റ്. മീൻസ് നമുക്കറിയാം എല്ലാവരും എല്ലാ സ്ഥാപനങ്ങളിലേക്കും ആപ്ലിക്കേഷൻസ് കൊടുക്കില്ല. കൊടുക്കോ? ചിലരൊക്കെ കമ്പനികള് ഭയങ്കര അല്ലെ നല്ല യോഗ്യരായ വ്യക്തികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ് നന്നായിട്ട് കമ്പനിയുടെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമാണ് ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുള്ളൂ. മീൻസ് അവിടെ അവർ ഓഫർ ചെയ്യുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. ഇൻ കേസ് ഓരോ കാൻഡിഡേറ്റിനും അവരുടെ സ്കില്ലും അല്ലെങ്കിൽ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതൊക്കെ എല്ലാത്തിനെയും കുറിച്ച് അനലൈസ് ചെയ്തതിനു ശേഷമാണ് ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസുകളൊക്കെ അത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സ് സമർപ്പിക്കുകയുള്ളൂ. റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയി
and encouraging them to apply for ഓർഗനൈസേഷൻ. അപ്പൊ ഒരു സ്ഥാപനത്തിലെ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങളെല്ലാം ആ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ശരിയാണോ? നമുക്ക് നോക്കാം. Recruitment, okay. Recruitment has been considered as the most important function of a personal administration because unless the right type of people in that niche hired, even the best plans, organization charts and the control system would not do much good. അതായത് നമുക്കറിയാം ഭയങ്കര പ്രധാനപ്പെട്ട അല്ലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രവർത്തനമാണ് ഇത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാ? ബിക്കോസ് അൺലെസ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഈസ് ഹയർഡ്, ഈവൻ ദ ബെസ്റ്റ് പ്ലാൻസ്, ഓർഗനൈസേഷൻ ചാർട്ട്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് വുഡ് നോട്ട് ഡു മച്ച് ഗുഡ്. അതായത് എന്തൊക്കെ പോളിസി ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എന്തെങ്കിലും കൺട്രോൾ സിസ്റ്റം എന്തൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്താലും കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ അപ്പോയിന്റ്മെന്റ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ പുതിയ പുതിയ പ്ലാനുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ കുറെ കൺട്രോളിംഗ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടോ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നേടണമെന്നില്ല. കാരണം എന്തുകൊണ്ട് അവിടെ റൈറ്റ് പ്ലേസിൽ റൈറ്റ് പേഴ്സൺസിനെ അവിടെ കളക്ട് ചെയ്ത് കണ്ടെത്തി ഡിസ്കവർ ചെയ്ത് തന്നെ നിയമിക്കേണ്ടത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ അല്ലേ? റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. കാരണം റൈറ്റ് പ്ലേസ് മീൻസ് ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ യോഗ്യരായ വ്യക്തിയെ തന്നെ കണ്ടെത്തണം അതല്ലേ. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ആണോ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണോ? യെസ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്. Then it is often termed positive in that pursues people to apply for job to enhance the hiring ratio, that is the number of applicants for a job. അതായത് നമുക്കറിയാം അത് അല്ലെ പോസിറ്റീവ് സെൻസോട് കൂടിയിട്ട് നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് തന്നെ സ്വീകരിക്കാനായിട്ട് ആപ്ലിക്കൻസിന് തയ്യാറാവും അല്ലെ. അവരെപ്പോഴും പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ അവിടെ എടുക്കുകയും ചെയ്യും. Then വീണ്ടും പറയാണ് next section on the other hands tend to be negative because it refuses a good number of those who apply, leaving only the best to be hired. ചിലപ്പോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ഇതിൽ വരാം. കാരണം ഒരുപാട് ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അതിൽ കുറച്ച് പേരെ മാത്രമാണ് അവർ ഹയർ ചെയ്യുള്ളൂ അല്ലെ. ഒരു 10-20 ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചാൽ ചിലപ്പോൾ ഒരു 5 പേര് അല്ലെ 3-5 പേരെ മാത്രം അപ്പോയിന്റ്മെന്റ് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? റിക്രൂട്ട്മെന്റ് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രോസസ് ആണ്. അതായത് റൈറ്റ് പ്ലേസിൽ റൈറ്റ് പേഴ്സണെ കണ്ടെത്തുക എന്നുള്ള പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഞാൻ പറയുന്നു അത് രണ്ട് രീതിയിൽ അല്ലെ. പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും ആപ്ലിക്കൻസിന്റെ ഇടയിൽ വരാം. കാരണം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഓഫർ ചെയ്യുന്നു. അവരെന്താണ് അതിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് പ്രേരിപ്പിക്കുന്നു. പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയും കൂടി ഉണ്ട്. കാരണം ഒരുപാട് പേരെ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചതിൽ കുറച്ചു പേരെ മാത്രമാണ് അവര് എന്താണ് കൃത്യമായിട്ട് നിയമനം നടത്തി അതിനെ അനുസരിച്ചിട്ടുള്ള ജോലി അവർക്ക് ഓഫർ ചെയ്യുന്നുള്ളൂ. നോക്കാം. റിക്രൂട്ട്മെന്റ് എന്താന്നുള്ളതൊക്കെ ഫസ്റ്റ് ഓൾമോസ്റ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് പോകാം. പിന്നെ ഓക്കെ അല്ലേ? റിക്രൂട്ട്മെന്റ് എന്താന്നുള്ളത് ക്ലിയർ അല്ലേ? കഴിഞ്ഞ് ചെയ്തോട്ടെ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. ഈ റിക്രൂട്ട്മെന്റിന്റെ ഘടകങ്ങൾ അല്ലെ എന്തൊക്കെയാണ് അഫക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കാം. This varies with the size of the organization. അതായത് ഓർഗനൈസേഷന്റെ വലിപ്പം,
Second one, condition of the employment in the community where the organization is located. നമ്മളിപ്പോ ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ലൊക്കാലിറ്റി അല്ലെ, ആ ഒരു ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ അവിടെ നമുക്കറിയാം തൊഴിൽ വ്യവസ്ഥകളൊക്കെ ഉണ്ടാവും അല്ലെ. ചില സമയത്തിനൊക്കെ പ്രവർത്തിക്കാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളുള്ളൂ അല്ലെ. ചില ഇതിനെ പെർമിഷൻ ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുമാതിരി തന്നെ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി വേർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ്. ആ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്ന പ്ലേസില് അവിടുത്തെ വ്യവസ്ഥകൾ അതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ വരുമ്പോൾ. The result of a past recruiting effort which shows the organization capacity to locate and keep good performing people. അപ്പൊ നമ്മൾക്കറിയാം നല്ല റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താം അല്ലെ. ചിലപ്പോഴൊക്കെ ഓരോ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് നോക്കി വെയിറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. കാരണം അവർക്കറിയാം അവിടെ നല്ലൊരു അല്ലെ സ്ഥാപനമാണ്, അവിടെ അവര് ഓഫർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെയുള്ള കാൻഡിഡേറ്റ്സിന് ലഭ്യമാകാറുണ്ട് അല്ലെ. നല്ലൊരു സ്ഥാപനമാണെന്നൊക്കെ. അപ്പൊ അത് തന്നെ അവിടെ പറയുന്നത് the result of past recruiting efforts which shows the organization's capacity to locate and keep good performing people. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു പ്രകടനം തന്നെയാണ് ആ റിക്രൂട്ട്മെന്റ് നടത്തിയ പല അല്ലെ അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ റിക്രൂട്ട്മെന്റ് നടത്തിയ എഫേർട്ടുകളെല്ലാം തന്നെ അത് വെച്ച് കാണിച്ചു തരുന്നു എന്താണ് ജനങ്ങളുടെ ഇടയിൽ നല്ല പെർഫോമൻസ് ആണ് എന്നുള്ള കാര്യം പ്രധാനമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇത് പാസ്റ്റ് റിക്രൂട്ടിംഗ് എഫേർട്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ 2-3 പോയിന്റ് കണ്ടു. ഓർഗനൈസേഷന്റെ വലിപ്പം, മറ്റൊന്ന് കമ്മ്യൂണിറ്റി അല്ലെ, ആ ഒരു എംപ്ലോയ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി അല്ലെ, അവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അവിടുത്തെ വ്യവസ്ഥകളെല്ലാം. തേർഡ് വൺ പാസ്റ്റ് റിക്രൂട്ടിംഗ് എഫേർട്സ്. ഫോർത്ത് വൺ നോക്കാം, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് സാലറി ആൻഡ് ബെനിഫിറ്റ് പാക്കേജസ് offered by the organization which may influence turnover and demand future recruiting. നമുക്കറിയാം ബെനിഫിറ്റുകളൊക്കെ പാക്കേജുകളൊക്കെ അവർ ഓഫർ ചെയ്യും അല്ലെ. എപ്പോഴും നല്ല ആപ്ലിക്കേഷൻസിനെ കണ്ടെത്താനായിട്ട് അവര് നല്ല ഒരു ഓഫറുകളൊക്കെ പ്രധാനമായിട്ടും അവര് ഓഫർ ചെയ്യും. എന്താണ് അവരുടെ വിറ്റുവരവിനനുസരിച്ചിട്ട് അല്ലെ, അവര് ടേൺഓവറൊക്കെ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് നല്ല നല്ല ഓഫറുകളൊക്കെ കൊടുക്കുമെന്നുള്ള ഒരു ഇൻഫ്ലുവൻസ്, ഒരു പ്രചോദനം, അതും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഫ്യൂച്ചർ അല്ലെ, ഫ്യൂച്ചർ റിക്രൂട്ട്മെന്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവർ കൊടുക്കുന്ന പർസ്യൂട്ട് ചെയ്യുന്ന അല്ലെ, അത് അവരെ പ്രേരിപ്പിക്കുന്ന കുറെ ഘടകങ്ങൾ അതും പ്രധാനപ്പെട്ടതാണ്. ചില ഓഫറുകളെ മനസ്സിലാക്കി തന്നെ ആ ഓഫറുകൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെ ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് വിത്ത് ദ റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് അവരുടെ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് അവർക്ക് ഇത്രയും പേഴ്സൺസിനെ വളർച്ചാ നിരക്കുണ്ട് അല്ലെ, അവരുടെ സ്ഥാപനത്തിന്റെ വളർച്ചയുണ്ട്. അതായത് വികസിതമായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണോ അത് നോക്കിയിട്ടൊക്കെ തന്നെയായിരിക്കും നല്ല ടാലന്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവിടേക്കൊക്കെ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ ലെവൽ ഓഫ് സീസണാലിറ്റി ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാമേഴ്സ് ആൻഡ്, അതായത് നമുക്ക് ഫ്യൂച്ചറിനെയും കൂടി അല്ലെ, അത് കമ്പനി വികസിക്കോ, അതായത് കമ്പനിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് വികസിക്കാനുള്ള സാധ്യതകളുണ്ടോ അല്ലെ, ഭാവി വിപുലീകരണത്തിന്റെ ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും ഏതൊരു കാൻഡിഡേറ്റ്സും അവിടേക്കൊക്കെ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഫാക്ടർ എടുത്താല് ദ ലെവൽ ഓഫ് നെക്സ്റ്റ് ലാസ്റ്റ് ഫാക്ടർ നോക്കിയാല് കൾച്ചറൽ, എക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. ചിലപ്പോൾ നമുക്കറിയാം നല്ലൊരു സംസ്കാരമുള്ള ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ പേരുകേടുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നഷ്ടത്തിൽ ഓടുന്ന ഒരു കമ്പനിയൊന്നല്ല. ഇൻ കേസ് ലീഗൽ ആയിട്ടുള്ള നിയമ നടപടികളിലും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന കമ്പനിയാണോ അല്ലെ. തീർച്ചയായിട്ടും ടാലന്റഡ് ആയിട്ടുള്ള ഏതൊരു ആപ്ലിക്കന്റും കുറച്ച് കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും അവർ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നത്. നഷ്ടത്തിൽ പോകുന്ന കമ്പനിയിലേക്കൊക്കെ ആരെങ്കിലും ജോലി ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുമോ? ഇല്ല അല്ലെ. അവര് നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും അല്ലെ. നല്ല കമ്പനിയാണോ, ഗ്രോത്ത് റേറ്റ് എങ്ങനെയുണ്ട്, ഇൻ കേസ് അവര് ലീഗൽ നടപടികളൊക്കെ ഫേസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ പറയുന്ന ഓഫറുകളൊക്കെ അവര് പാലിക്കാറുണ്ടോ അല്ലെ, എങ്ങനെ സൈസ് ഓർഗനൈസേഷൻ നല്ല എന്താണ് വികസിതമായിട്ടുള്ള എക്സ്പാൻഷൻ വികസിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥാപനമാണോ, അങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കുള്ളൂ ഓരോ കാൻഡിഡേറ്റും അവരുടെ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് ഫാക്ടേഴ്സിൽ ഉൾപ്പെടുത്തുന്നത്. എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ. ഓക്കെ അല്ലേ?
ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. എന്തൊക്കെ സ്റ്റെപ്പുകൾ വഴിയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് നടക്കുന്നത് എന്നുള്ളത്. റിക്രൂട്ട്മെന്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 5 എലമെന്റ്സ്. ഇപ്പോ 5 എലമെന്റ്സുകൾ വഴിയായിട്ടാണ് എന്താണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് നടപ്പാക്കുന്നത്. ഫസ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് പോളിസി. റിക്രൂട്ട്മെന്റിന്റെ നയങ്ങളാണ്. റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. അതായത് നിങ്ങളെ അല്ലെ ഓരോ കാൻഡിഡേറ്റിനെയും എങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഇതിലേക്ക് കൊണ്ടുവരിക അല്ലെ. നമ്മുടെ റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എങ്ങനെ ജോലിക്ക് എടുക്കും അല്ലെ. നമ്മളെപ്പോ ഓരോരുത്തരെയും കാൻഡിഡേറ്റ്സിനെ എങ്ങനെയാണ് ജോലിക്ക് അവരെ വിളിക്കുന്നത് എന്നുള്ളതാണ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഡിഫൈൻസ് യുവർ കമ്പനീസ് പ്രിഫേർഡ് ഹയറിംഗ് പ്രാക്ടീസസ് ആൻഡ് എൻകറേജസ് കൺസിസ്റ്റൻസി വിത്ത് യുവർ എംപ്ലോയി റിക്രൂട്ടിംഗ് പ്രോസസ്. അതായത് അവിടെ എന്താണ് ഓരോ സ്ഥാപനത്തിന്റെ തന്നെ അല്ലെ ആ ഒരു കമ്പനിയെ തന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ് ഹയറിംഗ് പ്രാക്ടീസസ് നടപടിക്രമങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് എൻകറേജ് കൺസിസ്റ്റൻസി വിത്ത് യുവർ എംപ്ലോയി റിക്രൂട്ടിംഗ് പ്രോസസ്. അതായത് സ്ഥിരമായിട്ടുള്ള പ്രോത്സാഹനം അല്ലെ ഓരോ എംപ്ലോയിനെ കണ്ടെത്താനുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി തരുന്നു. Such a policy declares the objectives of the recruitment and provides a framework of implementation of a recruitment program in the form of procedures. അതായത് നമുക്ക് നമ്മുടെ മുമ്പിൽ അല്ലെ നമ്മളിപ്പോ ഒരു കാൻഡിഡേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് കുറെ നയങ്ങൾ അവര് കാണിച്ചു തരും അല്ലെ. നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന കോംപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ട്, ഇന്നുള്ള നിങ്ങളുടെ അല്ലെ ഡെവലപ്മെന്റിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പാക്കും അല്ലെ. നമ്മുടെ അല്ലെ നമ്മുടെ ഓരോ ഡെവലപ്മെന്റിനും അതായത് നമ്മുടെ സ്കില്ലും നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും ഓരോ കമ്പനിയും ഓഫർ ചെയ്യും. അത് വിലയിരുത്തിയതിനു ശേഷമായിരിക്കും തീർച്ചയായിട്ടും ഓരോ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോളിസിയിലാണ് അവര് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുന്നത് വ്യക്തമാക്കിയിരിക്കും. സച്ച് എ പോളിസി ഡിക്ലെയർ the objectives of the recruitment. റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? and provide a framework of implementation of the recruitment program in the form of procedures. അപ്പൊ അവിടെ നിയമ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത് നടപ്പാക്കുന്നത്. അതിന്റെ ഒരു ചട്ടക്കൂട് അവര് കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരും. എന്താണ് in its broad sense a recruitment policy sense involves a commitment by the employer to such general principles. പൊതുവെ നമുക്കറിയാം ഒരു തൊഴിലുടമ അല്ലെ ഒരു സ്ഥാപനത്തിന്റെ തൊഴിലുടമയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മൈൻഡിലെ കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ, തത്വങ്ങളുണ്ട്. ആ തത്വാടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ഫ്രെയിംവർക്ക് അവരുടെ ചട്ടക്കൂട് ഇതുമായി ബന്ധപ്പെട്ട പോളിസി നയങ്ങളുടെ ചട്ടക്കൂട് അവര് രൂപീകരിക്കുന്നത്. ആ പ്രിൻസിപ്പിൾസിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ എ ജോബ്. ഓരോ ജോബിനും ഫോർ ഈച്ച് ജോബിന് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തുക. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓരോ തൊഴിലുടമയും അത് തന്നെയല്ലേ ഉദ്ദേശിക്കുക? ആണോ? റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ഏതൊരു സ്ഥാപനവും ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നല്ലൊരു എംപ്ലോയിനെ അല്ലെ, നല്ലൊരു ജോലിക്കാരനെ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണില് അല്ലെ നല്ല കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ അവരുടെ മൈൻഡിലുള്ള അടുത്തൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദോസ് ഹയർഡ്. അതായത് അവർക്ക് അല്ലെ കൂടുതലും കാൻഡിഡേറ്റ്സും നല്ല വാഗ്ദാനങ്ങളൊക്കെ തരും അല്ലെ, നമ്മുടെ കൂടെ ഞങ്ങളുടെ എഫേർട്ടും ഇതൊക്കെ എടുത്തോളാം അല്ലെ. അങ്ങനെ ഓരോ പ്രോമിസസും അത് കൂടുതലായിട്ട് ആരാണോ അല്ലെ ബെസ്റ്റ് നന്നായിട്ട് ഏത് എംപ്ലോയി ആണോ ഓഫർ ചെയ്യുന്നത് അവരെയായിരിക്കും അവര് കൂടുതലും പരിഗണിക്കുക. നമുക്കറിയാം കുറെ സമയം യൂട്ടിലൈസ് ചെയ്യാനൊക്കെ അർഹരായ വ്യക്തികളാണ്, അതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവര് സെലക്ഷൻ നടത്തുന്നത്. നെക്സ്റ്റ് നോക്കിയാല് ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ് ആൻഡ്. അതായത് നമുക്ക് നോക്കാം അതില് പ്രധാനമായിട്ട് നമ്മുടെ അല്ലെ ഓരോ കാൻഡിഡേറ്റിനും
അവരെന്താണ് അവരുടെ വർക്കിംഗ് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ്, അതായത് ആ അവസരങ്ങൾ അവര് അനുവദിക്കും അല്ലെ. പൊതുവെ നമുക്കറിയാം നല്ല കാൻഡിഡേറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് കുറെ ഓഫറുകൾ ഇവർ കൊടുക്കും അല്ലെ. എംപ്ലോയർ അവരുടെ പോളിസി നയങ്ങളിൽ കുറെ ഓഫറുകൾ കൊടുക്കും. അപ്പൊ എന്താണ് ഈ ഓഫറുകളുടെ അടിസ്ഥാനത്തിൽ അവര് അതിലേക്ക് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ആ ഒരു പ്രിൻസിപ്പിളും അവിടെ അവർ കീപ്പ് ചെയ്തിട്ടായിരിക്കും പോളിസികളൊക്കെ രൂപീകരിക്കുന്നത്. ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ടൈം വർക്കിംഗ് കരിയർ, ഓക്കെ, അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. ആൻഡ് ടു പ്രൊവൈഡ് പ്രോഗ്രാംസ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ഓഫ് ദ ജോബ്, അവർ വ്യക്തിപരമായിട്ട് തന്നെ വികസിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങളും അവര് പ്രദാനം ചെയ്യും. അതായത് ആജീവനാന്തം ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ കിട്ടും അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഒരു ഓഫർ അത് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ട് അത് ഈ ഒരു റിക്രൂട്ട്മെന്റ് ലെവലില് പോളിസി നയങ്ങളിലൊക്കെ രൂപീകരിച്ചിട്ടായിരിക്കും ആപ്ലിക്കേഷൻസ് അവര് അല്ലെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓരോ കാൻഡിഡേറ്റിനെയും കണ്ടെത്താനുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ്. അതിൽ പല പ്രിൻസിപ്പിൾസും കൺസിഡർ ചെയ്തിട്ടാണ് അവർ ഈ ഓഫറുകളൊക്കെ വാഗ്ദാനം ചെയ്യുന്നത്. പ്രധാനമായിട്ടും അവർ നോക്കുന്ന ഒരു ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്തുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതൽ അല്ലെ കമ്പനിയോട് അല്ലെ മമത കാണിക്കുന്നവരെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. ദെൻ എന്താണ് കുറെ ഓഫറുകളും ആജീവനാന്തം നമ്മുടെ ഡെവലപ്മെന്റ് ഓരോ കാൻഡിഡേറ്റിന്റെയും എന്താണ് അറിവും നോളജ് അല്ലെ അവരുടെ കഴിവൊക്കെ വികസിപ്പിക്കാൻ പറ്റുന്നതൊക്കെ അവർ ഓഫർ ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാൻഡിഡേറ്റിനെ അവര് കണ്ടെത്തുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. 4 പോയിന്റും പ്രിൻസിപ്പിൾസും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, ആണോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. ഇതാണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷനിൽ പറയുന്നത്. There is no general procedure for hiring a new staff which is applicable to all business enterprises. അതായത് ഇവിടെ എടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ ഹയർ ചെയ്യുന്നതിന് ഭയങ്കര സ്പെഷ്യൽ അല്ലേ ബിസിനസ് എന്റർപ്രൈസുകൾ ഇങ്ങനെ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളൊന്നുമില്ല അല്ലെ. ജനറൽ പ്രിൻസിപ്പിൾസോ ഒന്നും അതെല്ലാം പാലിക്കണമെന്നുള്ള നിബന്ധനകളൊന്നുമില്ല. There is no general procedures അല്ലെ, ജനറൽ ആയിട്ടുള്ള നടപടിക്രമങ്ങളൊന്നുമില്ല. എന്താണ് പുതിയ സ്റ്റാഫുകൾ ഇങ്ങനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. Each enterprises has its customized procedure which brings it the desired quality and quantity of manpower at the minimum possible cost. അപ്പൊ ഓരോ സ്ഥാപനങ്ങളും ഓരോ എന്റർപ്രൈസസ് ഒക്കെ എന്താന്ന് വെച്ചാൽ അവരുടെ പോസിബിൾ ആയിട്ടുള്ള കോസ്റ്റ് അല്ലെ വലിയ ചെലവൊന്നും കൂടാത്ത രീതിയിൽ ക്വാളിറ്റിയും നല്ല ഗുണമേന്മയുള്ളതും എത്ര എണ്ണം അല്ലെ എത്ര ക്വാണ്ടിറ്റി ഉള്ള പേഴ്സൺസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ തന്നെയാണ് കുറച്ച് പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടു അവര് ചില പ്രിൻസിപ്പിൾസ് ഒക്കെ മൈൻഡിൽ വെച്ചിട്ടായിരിക്കും ഏതൊരു എംപ്ലോയറും ഈ ആപ്ലിക്കേഷൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. പക്ഷെ മോസ്റ്റ് ആയിട്ടും ഒരു എന്താണ് എല്ലാവരും ഒരു നിബന്ധന പാലിക്കണം എന്നുള്ള ഒരു പ്രത്യേക എന്താണ് പ്രൊസീജിയേഴ്സ് ഒന്നും ഒരു സ്ഥാപനത്തിന് പ്രത്യേകമൊന്നുമില്ല. അവരവനെ അല്ലെ ആ ഒരു എന്റർപ്രൈസിന് തോന്നുന്ന വിധത്തില് ചെലവ് കുറഞ്ഞ രീതിയിൽ മാക്സിമം അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അംഗങ്ങളെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള അംഗങ്ങളെ കണ്ടെത്താനായിട്ട് അവർക്ക് തന്നെ പ്രൊസീജിയേഴ്സ് തന്നെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ സ്റ്റെപ്സിന്റെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആദ്യ പോളിസി ആണെങ്കിൽ സെക്കൻഡ് വൺ അങ്ങനെ പ്രത്യേകിച്ച് അല്ലെ അവരെപ്പോഴും അവരുടെ ചെലവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ പോളിസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. എന്താണ് നെക്സ്റ്റ് വരുന്നത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. അതായത് നമ്മൾ നേരത്തെ കൂട്ടി പ്രവചനം കണ്ടത് അല്ലെ പ്രവചിക്കുക എന്താണ് എത്രത്തോളം മാൻ പവർ ആവശ്യമാണ് അല്ലെ ഓരോ സ്ഥാപനത്തിലും ആവശ്യമുള്ളത്രയും കണ്ടെത്തിയാൽ മതി അല്ലെ അതിൽ കൂടുതൽ അവര് കണ്ടെത്തേണ്ട ആവശ്യമില്ല.
A requisition or an intent or requirement should be submitted by the line official. അതായത് നമുക്കറിയാം ഇപ്പൊ വലിയ വലിയ സ്ഥാപനമാണെങ്കിൽ വേക്കൻസികളൊക്കെ അവരെന്താണ് അവരവരുടെ അല്ലെ ലൈൻ ഓഫീഷ്യൽ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മുതൽ അല്ലെ ലോവർ ലെവൽ വരെയുള്ള വേക്കൻസികളിൽ എവിടെയാണ് വേക്കൻസി എന്നുള്ളതൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള സ്റ്റാഫുകൾ അത് ഇൻഫോം ചെയ്യും, മാനേജ്മെന്റിനെ അറിയിക്കും അല്ലെ. The intent should be then checked against the post allotted to the department branch. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വേക്കൻസികൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ ചെക്ക് ചെയ്യും അല്ലെ. മാനേജ്മെന്റ് അങ്ങനെ തന്നെയാണ് അല്ലെ, അവർ പറയുന്നതൊക്കെ ശരിയാണോ എന്നുള്ളത് അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരെ ചെക്ക് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഈ വേക്കൻസികളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തും. Then if the intents are found correct, the proposed requirements are authorized and the initial pay, the scale and other admissible allowances are decided. ഓക്കെ, അപ്പൊ വേക്കൻസികൾ ഉണ്ടെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യാ, ആ റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് ആവശ്യമായ കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കും അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ആ വേക്കൻസികൾക്ക്, ഓരോ വേക്കൻസിക്കും എന്താണ് ഇനീഷ്യൽ പേ, എന്താണ് അതനുസരിച്ചിട്ടുള്ള സ്കെയിലും അതേമാതിരി തന്നെ അലവൻസുകളൊക്കെ എന്തെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ കൃത്യമായിട്ട് തന്നെ തീരുമാനിച്ചെടുക്കും. അങ്ങനെയാണെങ്കിലാണ് ഇന്ന വേക്കൻസിയിൽ അല്ലെ ഇന്ന സാലറിയുള്ള ഇന്ന വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഒഴിവുകളെ റിപ്പോർട്ട് ചെയ്യുക അല്ലെ. വേക്കൻസികൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളൊക്കെ അല്ലെ കാൻഡിഡേറ്റ്സ് ആദ്യം തന്നെ നോക്കുന്നത് എന്താണ്, സാലറി എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂലേ. നോക്കോ ഉണ്ടാവും അല്ലെ, തീർച്ചയായിട്ടും നോക്കും. അത് മാത്രമല്ല എന്തെങ്കിലും അലവൻസുകളൊക്കെ നമുക്ക് കിട്ടുമോ എന്നുള്ളത് നോക്കും അല്ലെ. അതൊക്കെ നോക്കിയതിനു ശേഷമാണ് നമ്മളുടെ ഡ്യൂറേഷൻ അല്ലെ ഒരു അല്ലെങ്കിൽ ആ പോകാനായിട്ടുള്ള ഒരു അഗ്രഹവും അതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അത്തരത്തിലുള്ള കമ്പനികളിലേക്കൊക്കെ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് വേക്കൻസികൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കിയതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വേക്കൻസികളിൽ കൃത്യമായിട്ടുള്ള പേഴ്സൺസിനെ ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേയും അലവൻസുകൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ ദ എൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ് ആൻഡ് മാൻ സ്പെസിഫിക്കേഷൻസ് ആർ ഡിസൈഡ് ഇൻ ദ കൺസൾട്ടേഷൻ വിത്ത് ദ ലൈൻ മാനേജേഴ്സ്. അതായത് ഏത് വ്യക്തിയാണ് അല്ലെ അവിടെ വേക്കൻസി വന്നു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ജോലി എന്നുള്ളത് കണ്ടെത്തണം, ആദ്യം തന്നെ കൃത്യമായിട്ട് തന്നെ വിവരിക്കണം. പിന്നെയാണ് അത് ഏത് വേക്കൻസി അല്ലെ ആർക്കാണ് ആ വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് തീരുമാനിക്കുക. അത് തീർച്ചയായിട്ടും മാനേജേഴ്സ് അടുത്ത സ്റ്റെപ്പായിട്ട് അല്ലെ ജോബ് ഇൻ ദ എൻഡ് അവസാനത്തില് ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് മാൻ സ്പെസിഫിക്കേഷൻ ആണ് ഡിസൈഡ് അറ്റ് ദ കൺസൾട്ടേഷൻ വിത്ത് ദ ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജേഴ്സിന് അവിടെ തീരുമാനിച്ചുറപ്പിച്ച് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് ആണ് തേർഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കണ്ടു. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? റിക്രൂട്ട്മെന്റ് പോളിസി. ഈ പോളിസി തയ്യാറാക്കുന്നതിന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല, നമ്മുടെ കോസ്റ്റ് അനുസരിച്ചിട്ട് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ നമുക്ക് തയ്യാറാക്കാമെന്ന് മനസ്സിലാവുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് കറക്റ്റ് ആണോ, ഈ പോളിസി നയങ്ങളെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? തീർച്ചയായിട്ടും വേക്കൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ ആ വേക്കൻസി ഇവാലുവേറ്റ് ചെയ്യും, ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി അത് ഏത് തരത്തിലുള്ള ജോബ് വേക്കൻസിയാണ്, അവിടെ ഏത് തരത്തിലുള്ള ജീവനക്കാരനാണ് വേണ്ടത്, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കെയിൽ ഓഫ് പേയും അലവൻസുകളൊക്കെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പില് എടുത്തു പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, വായിച്ചു നോക്കുന്നുണ്ടോ?
അപ്പൊ സ്റ്റെപ്പ് എടുക്കട്ടെ. അയച്ചു കഴിഞ്ഞില്ല, എന്താണ് റെസ്പോണ്ട്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ചോദിച്ചു പോകാം. ഹലോ, നിങ്ങൾ ഒരു റെസ്പോൺസും കാണിക്കുന്നില്ല. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റായികയുണ്ടോ? നോ ഡൗട്ട്. ഓക്കെ, വായിച്ച് മുഴുകിയിരിക്കുകയായിരിക്കും. എനിവേ എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു റെസ്പോണ്ട് ചെയ്യാത്ത കാരണം ഓക്കെയാണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. എന്താണ് നമ്മളൊക്കെ നെക്സ്റ്റ് നോക്കാനുള്ളത്? ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. നമുക്കറിയാം അവിടെ വേക്കൻസികൾ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ അവര് മറ്റൊരു കാര്യം അനലൈസ് ചെയ്യും അല്ലെ. അതായത് ഈ വേക്കൻസികൾ അതെന്താണ് നിലവിലുള്ള സ്ഥാപനത്തിൽ തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന വേക്കൻസികൾ ഉണ്ടോ, അതായത് താഴെ തരത്തിലുള്ള വേക്കൻസികൾക്ക് വേണ്ടിയിട്ടാണോ ക്ഷണിക്കേണ്ടത് അല്ലെ. അങ്ങനെയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു അനലൈസേഷനും കൂടി അവിടെ നടപ്പാക്കും. ഇതാണ് ഡെവലപ്മെന്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ എടുത്ത് പറയുന്നത്. നോക്കാം, ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇതാണ് അതിന്റെ രണ്ട് വിഭാഗീയത കാണിച്ചിരിക്കുന്നത്. ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അതിന്റെ ആന്തരിക ഉറവിടം. ദീസ് കൺസിസ്റ്റ് ഓഫ് എ പേഴ്സൺ who are already on the payroll of the organization, that is a present working force. അതായത് നമ്മളിങ്ങനെ നോക്കുകയാണ് അല്ലെ, അപ്പൊ ഒരു വേക്കൻസികളൊക്കെ വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും മാനേജ്മെന്റ് എന്താണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. മിക്കവാറും ഇപ്പൊ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ. അത് ആ ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ആയിട്ട് ആദ്യം തന്നെ അനലൈസ് ചെയ്യുന്നത് എന്തായിരിക്കും, അവിടെയുള്ള പ്രസന്റ് അല്ലെ ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ശമ്പളം കൈപ്പറ്റുന്ന വ്യക്തികളുടെ ഇടയിൽ അല്ലെ അവരില് ഈ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ അല്ലെ. ദിസ് കൺസിസ്റ്റ് ഓഫ് എ പേഴ്സൺ who are already on the payroll of an organization, that is it's a present working force. നിലവിലുള്ള വർക്കിംഗ് ഫോഴ്സിലെ മതിയായ ആൾക്കാരുണ്ടോ എന്ന് നോക്കും. whenever any is reported, somebody from within the organization will be upgraded, transferred, promoted or sometimes demoted. അതായത് അവരെ വെച്ചിട്ട് നോക്കുമ്പോൾ ചിലരെയൊക്കെ ഒന്ന് എന്താണ് അവർക്ക് ഒരു സ്ഥാനക്കയറ്റം കൊടുത്താൽ അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്താൽ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഗ്രേഡ് സംവിധാനത്തിൽ ഒരു മാറ്റം കൊടുത്താൽ അല്ലെങ്കിൽ എന്താണ് ചിലരെയൊക്കെ അല്ലെ അവരുടെ വർക്കിംഗ് ഒന്നും പ്രോപ്പർ അല്ല എങ്കിൽ അവരൊന്ന് താഴ്ത്തി അല്ലെ അപ്ഗ്രേഡ് ഇൻ കേസ് ഡിമോട്ട്, അതായത് താഴേക്ക് ഉള്ള പോസ്റ്റിലേക്കൊക്കെ അവർ നിയോഗിച്ചു കഴിഞ്ഞാൽ ഈ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്ത് പോകും അല്ലെ. അങ്ങനെയാണെങ്കിൽ പിന്നീട് എവിടെയാണ് വേക്കൻസി ഉണ്ടാവുക? അങ്ങനെയുള്ള വേക്കൻസികളിലേക്കാണ് തീർച്ചയായിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെ ബാഹ്യ ഉറവിടം കണ്ടെത്തുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇന്റേണൽ സോഴ്സസ് നോക്കും. ഏതൊരു സ്ഥാപനമാണെങ്കിലും നിലവിൽ ഈ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അർഹരായ വ്യക്തികൾ നമ്മുടെ സാലറി കൈപ്പറ്റുന്നവരുണ്ടോ എന്ന് അനലൈസ് ചെയ്യും. അവരൊന്നില്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തു അല്ലെ, എന്തെങ്കിലും സ്ഥാനക്കയറ്റം കൊടുത്തോ, അല്ലെങ്കിൽ ഗ്രേഡില് ഒരു ഇച്ചിരി കൂടി ഒരു സ്ഥാനം ഗ്രേഡ് കൂട്ടി കൊടുത്തോ, അല്ലെങ്കിൽ മറ്റു ബ്രാഞ്ചിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തോ, അല്ലെങ്കിൽ ഇൻ കേസ് നന്നായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ അവരെ ഒന്നും കൂടി താഴ്ത്തി അല്ലെ അതിനെ കുറച്ചും കൂടി എന്താണ് ഡിമോട്ടഡ് താഴ്ന്ന പോസ്റ്റിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് അത് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കും. അതിനുശേഷം വരുന്ന വേക്കൻസികളായിരിക്കും എന്താണ് പുറത്തു നിന്ന് ബാഹ്യ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതായത് പുറത്തു നിന്ന് ആപ്ലിക്കേഷൻസ് ക്ഷണിക്കാനായിട്ട് തയ്യാറാകുന്നത്. കാരണം നമുക്കറിയാം മോസ്റ്റ് ഓഫ് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആണെങ്കിൽ അവർ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അപ്പൊ അവര് നന്നായിട്ട് മാക്സിമം അവരുടെ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകും. ഇൻ കേസ് നമുക്കറിയാം അവിടെ പ്രൊമോഷൻ ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ, വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഒരു എൻകറേജ് ആണ് അല്ലെ, ഒരു പ്രോത്സാഹനം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെന്താണ് ആദ്യം തന്നെ ഇങ്ങനെയുള്ള വേക്കൻസികൾ ഫിൽ ചെയ്യാൻ അവിടെയുള്ളവരിൽ തന്നെ അർഹരായവരുണ്ടോ എന്നായിരിക്കും ഏതൊരു സ്ഥാപനവും ശ്രദ്ധിക്കുക. ശരിയാണോ? അങ്ങനെ ശ്രദ്ധിക്കില്ലേ?
രണ്ട് രീതിയിൽ ഇവർക്ക് ഗുണം ചെയ്യും. എംപ്ലോയറെ സംബന്ധിച്ച്, തൊഴിലുടമയെ സംബന്ധിച്ച് രണ്ട് രീതിയിൽ ഗുണം ചെയ്യും. ഒന്നാമതായിട്ട് ഇവർക്ക് കൂടുതൽ ട്രെയിനിങ് പാക്കേജസ് ഒന്നും അഡീഷണൽ ആയിട്ട് ഒരുപാടൊന്നും കൊടുക്കേണ്ടി വരില്ല അല്ലെ, ചെറിയ ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ മതി. മറ്റൊന്നെന്താണ്, അവിടെ എന്താണ് വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട് അല്ലെ ഒരുപാട് കോസ്റ്റും അടയ്ക്കേണ്ടി വരില്ല. ചെറിയ ചെറിയ വേക്കൻസികളിലേക്ക് മാത്രമാണ് പുറത്തുനിന്ന് ആൾക്കാരെ കണ്ടെത്തിയാൽ മതി. മാത്രമല്ല അവിടെയുള്ള എംപ്ലോയീസിനും കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർ തയ്യാറാവുകയും ചെയ്യും. അപ്പൊ പലതരത്തിലുള്ള ഗുണം എംപ്ലോയറെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിലവിലെ അല്ലെ ഇന്റേണൽ ആയിട്ടുള്ള സോഴ്സ് ആയിരിക്കും അവര് ശ്രദ്ധിക്കുക. അതിനെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എക്സ്റ്റേണൽ സോഴ്സിലേക്ക് പോകുക. അപ്പൊ എക്സ്റ്റേണൽ സോഴ്സ് എന്താണെന്ന് നോക്കാം. ദീസ് സോഴ്സസ് വിച്ച് ലൈ കൺസിസ്റ്റ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ യൂഷ്വലി ഇൻക്ലൂഡ് അല്ലെ, അതായത് പുറത്തുനിന്ന് ആൾക്കാരെ കണ്ടെത്തുന്നതാണ് ഔട്ട്സൈഡ് സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പുറത്തുനിന്ന് ആൾക്കാരെ കണ്ടെത്തുന്നത് ഏതൊക്കെ വഴിയിലൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ നോക്കാം. ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ്, അതായത് നമുക്കറിയാം പുതിയ പുതിയ അല്ലെ പഠിച്ചിറങ്ങിയ യങ്ങും അല്ലെ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഫ്രഷേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് മോസ്റ്റ്ലി ഇൻ എക്സ്പീരിയൻസ്ഡ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് കോളേജ് സ്റ്റുഡൻസ്, അതായത് ഫ്രഷ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അല്ലെ, പഠിച്ച് ജസ്റ്റ് കഴിഞ്ഞ ഔട്ടായ വ്യക്തികളിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു രീതി വേണമെങ്കിൽ അവൈലബിൾ ആക്കാം. അതല്ലെങ്കിൽ ദ അൺഎംപ്ലോയിഡ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, അതായത് ഒരുപാട് കഴിവും അല്ലെ അതേമാതിരി തന്നെ നോളജ് ഒക്കെ ഉള്ള അല്ലെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് അൺഎംപ്ലോയിഡ് ആയിട്ട്, അതായത് കഴിഞ്ഞ് അല്ലെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് തൊഴിലൊന്നും ഇരിക്കാതിരിക്കുന്നവരുണ്ടാവും. അവരിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതല്ലെങ്കിൽ റിട്ടയേർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്, ചിലതൊക്കെ നമ്മൾ എന്താണ് ഫില്ല് ചെയ്യുന്നത് ചിലപ്പോ ആണെങ്കിൽ ഇന്ന ഇതേമാതിരിയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് റിട്ടയേർഡ് ആയത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ എന്താണ് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, ചിലപ്പോ പുതിയ പുതിയ നോളജുകൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ അത് മാത്രം മതിയല്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് മതിയെന്ന് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവരിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അത് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഇൻ കേസ് നമുക്കവിടെ അറിയാം റിലേറ്റീവ്സോ അങ്ങനെയല്ലേ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ ചിലപ്പോ വേണമെങ്കിൽ ചെറിയ ചെറിയ വേക്കൻസികളൊക്കെ ഫിൽ ചെയ്തു. അപ്പൊ പല രീതിയിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താനായിട്ട് ശ്രമിക്കും. പല രീതി എന്ന് പറയുമ്പോൾ ഫ്രഷേഴ്സിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്താം, റിട്ടയേർഡ് പേഴ്സണിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്താം, അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ട് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ള അല്ലെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള പേഴ്സൺസിൽ നിന്നൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തി ഈ ഒരു എക്സ്റ്റേണൽ സോഴ്സുകളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാമെന്നുള്ളതാണ്. ക്ലിയർ ആയോ ഈ സ്റ്റെപ്പ്? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. എന്താണ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? നമ്മളിപ്പോ റിക്രൂട്ട്മെന്റ് നടത്താന്നുള്ള കാര്യം കണ്ടു അല്ലെ, ഏതൊക്കെ വ്യക്തികളെ പരിഗണിച്ചിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്താന്നുള്ളത് നമ്മൾ കണ്ടു. അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്? നമുക്കറിയാം മറ്റുള്ളവരിൽ നിന്ന് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കണമെങ്കിൽ പലരും അത് അറിയണം അല്ലെ, അത് അറിഞ്ഞ് അതിലേക്ക് അപ്ലൈ ചെയ്യണം. യോഗ്യരായവർ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്കറിയാം ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ അവരിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ് നോക്കുക. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ്, തേർഡ് പാർട്ടി മെത്തേഡ്സ്, അങ്ങനെ 3 രീതിയിൽ ഈ റിക്രൂട്ട്മെന്റ് ടെക്നിക്സ് കൈകാര്യം ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ്സ്. These consist of sending traveling recruiters to education and professional institutions, employers contacts with the public and land exhibits. അതായത് നമുക്കറിയാം അല്ലെ പ്രദേശം നമ്മുടെ കോളേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊഫഷണൽ തൊഴിലവസരങ്ങളൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ പ്രദർശനങ്ങളിലൊക്കെ അല്ലെ നേരിട്ട് പങ്കാളികളാക്കിയിട്ട് ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്താം. നമ്മളിപ്പോ എന്തെങ്കിലും എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, വലിയ വലിയ എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ ഉള്ളവരൊക്കെ കണ്ടെത്തുന്നതിന് നമുക്കറിയാം അവരുടെ പ്രത്യേകമായിട്ടുള്ള ഈ എക്സിബിഷൻ ടൈമുകളിലൊക്കെ പോയിട്ട് യോഗ്യരായ വ്യക്തികളെ എന്താണ് കമ്പനിക്കാരെ നേരിട്ട് പോയി തന്നെ സെലക്ട് ചെയ്യും അല്ലെ. ആ ഒരു മെത്തേഡാണ് ക്യാമ്പസ് ഇന്റർവ്യൂ. അതൊക്കെ ഒരു തരത്തിലുള്ള ഇന്റർവ്യൂ ആണ്. നമുക്കറിയാം ആ ഒരു അല്ലെ നേരിട്ട് തന്നെ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട്, കാരണം അവരെ നേരിട്ട് തന്നെ അനലൈസ് ചെയ്തിട്ട് അവര് ഓക്കെ ആണെന്ന് കണ്ടെത്തിയിട്ട് നേരിട്ട് തന്നെ സെലക്ട് ചെയ്യുന്നതാണ്.
Then one of the widely used direct methods is that of sending recruiters to colleges and technical schools. കൂടുതലായിട്ട് നമുക്കറിയാം ടെക്നിക്കൽ ആയിട്ടുള്ള ഫീൽഡിലുള്ള വ്യക്തികളൊക്കെ കണ്ടെത്താനായിട്ട് ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മള് ചിലപ്പോ ചില കോളേജുകളിലൊക്കെ പഠിക്കാൻ തന്നെ എന്താണ് കണ്ടെത്തുന്നത് ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടോ അല്ലെ, ഈ പറഞ്ഞോളം എന്താണ് അവർക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലി സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മെത്തേഡ് ഇത്തരത്തിലുള്ള യോഗ്യരായ വ്യക്തികളെ കണ്ടെത്തുന്ന ഒരു രീതിയാണ്. നെക്സ്റ്റ് നോക്കുമ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. എന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് അല്ല അല്ലെ, അത് ഏതെങ്കിലും പരസ്യങ്ങളൊക്കെ അല്ലെ, അഡ്വർടൈസിംഗ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്, ഓൺ ദ റേഡിയോ, ഇൻ റീഡ് ആൻഡ് പ്രൊഫഷണൽ ജേർണൽസ്, ടെക്നിക്കൽ മാഗസീൻസ് ആൻഡ് വൗച്ചേഴ്സ് ആർ മോസ്റ്റ്ലി ഇൻക്ലൂഡഡ് ഇൻ ദിസ് മെത്തേഡ്. അതായത് അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങൾ നമുക്കറിയാം ന്യൂസ് പേപ്പറിലെയോ റേഡിയോ കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണൽ മാസികകളിൽ കൂടിയോ അല്ലെ, മാഗസീനുകളൊക്കെ അല്ലെങ്കിൽ ബുക്ക്ലെറ്റ് അല്ലെ, പ്രൊജക്ട്സ് ഒക്കെ പറഞ്ഞ ലേഖനം പോലെയുള്ള പ്രൊജക്ട്സുകളൊക്കെ സപ്ലൈ ചെയ്തിട്ട് അല്ലെ, വിതരണം ചെയ്തിട്ടൊക്കെ അതിലൂടെ എന്താണ് ആപ്ലിക്കൻസിനെ അല്ലെ, ആപ്ലിക്കേഷൻസ് സമർപ്പിക്കാനായിട്ട് കാൻഡിഡേറ്റ്സിനെ അല്ലെ അവർക്ക് ഒരു ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾക്ക് അറിയാം അല്ലെ, മോസ്റ്റ് ഓഫ് ദം ടെക്നിക്കൽ ആയിട്ടുള്ള സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഫ്രഷേഴ്സിന് അവരുടെ എന്തെങ്കിലും എക്സിബിഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നേരിട്ട് കണ്ട് തന്നെ സെലക്ട് ചെയ്യുന്നതാണ്. അവരെ ആപ്ലിക്കേഷൻസ് അല്ലെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്ന രീതിയാണ് പറ്റുന്ന ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇനി തേർഡ് വൺ എന്താണ് തേർഡ് പാർട്ടീസ് മെത്തേഡ്. എന്താണ് തേർഡ് പാർട്ടി മെത്തേഡിൽ പറയുന്നത്? The use of a commercial or a private employment agencies, state agencies, placement offices of schools, colleges and professional associations, recruiting firms, management consulting firms, friends and relatives. അതായത് ഇപ്പൊ നമുക്കറിയാം എല്ലാത്തിനും ഒരു ഇടനിലക്കാരുണ്ട് അല്ലെ, ഏതൊരു തൊഴിലവസരം വരെ കിട്ടണമെങ്കിൽ പഠിച്ചാൽ മാത്രം പോരാ, ഇതേമാരെ കാമ്പസ് സെലക്ഷൻ നടത്തുമ്പോഴും അതിനിടയിലും ആരെങ്കിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, കുറച്ച് ഏജൻസികളൊക്കെ അവർക്കും കൂടി കുറച്ച് ജോലി അല്ലെ, അവർക്കും കൂടി ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്താണ് ഈ ഫ്രഷേഴ്സിന്റെ യോഗ്യരായവരെ കണ്ടെത്തി കറക്റ്റ് ആയിട്ടുള്ള പ്ലേസുകൾ കറക്റ്റ് ആയിട്ടുള്ള കമ്പനികൾക്ക് അലോട്ട് ചെയ്യാന്നുള്ളത്. അതും ഒരു പുതിയ ഒരു ജോലി സാധ്യതയുള്ള ഒരു മാർഗമായിട്ടാണ് ഇപ്പോ നിലവിൽ വന്നിരിക്കുന്നത് അല്ലെ. ഇപ്പൊ പ്ലേസ്മെന്റ് സെന്ററുകൾ, പ്ലേസ്മെന്റ് ഓഫീസുകളിലൊക്കെ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ആ സ്ഥാപന ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഓഫർ ചെയ്യും. എന്നിട്ട് ഓരോ കമ്പനികളിലേക്കൊക്കെ അർഹരായവരെയൊക്കെ നിയമിച്ചു കൊടുക്കും. അപ്പൊ അതാണ് തേർഡ് പാർട്ടി മെത്തേഡിൽ പറയുന്നത്. ഇത് യൂസ് ഓഫ് കമ്മീഷൻ ഓർ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, സ്റ്റേറ്റ് ഏജൻസീസ് അല്ലെ, അത് ഏത് ഏജൻസികളും ആകാം. ഇൻ കേസ് പ്രൈവറ്റ് ലെവലിൽ തന്നെ പ്രവർത്തിക്കുന്നവരുണ്ടാവും, സ്റ്റേറ്റിന്റെ ഗവൺമെന്റിന്റെ ഒക്കെ ഏജൻസികൾ ഉണ്ടാവും, പ്ലേസ്മെന്റ് ഓഫീസ് സ്കൂളുകൾ ഉണ്ടാവും, കോളേജസ്, പ്രൊഫഷണൽ അസോസിയേഷൻസ് അല്ലെ, ഏതൊരു സ്ഥാപനം ആണെങ്കിലും ആ സ്ഥാപനത്തിന് ഇങ്ങനെയൊക്കെ റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്തിക്കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. എന്താണ് അതിൽ പ്രധാനമായിട്ടും ചിലപ്പോ നമുക്കറിയാം ലാസ്റ്റ് നമ്മൾ കണ്ടു അല്ലെ, പല രീതിയിൽ നമുക്ക് ഫിൽ ചെയ്യാന്ന് കണ്ടു. ചിലപ്പോ റിലേറ്റീവ്സിനെ വെച്ചുകൊണ്ട് ഫിൽ ചെയ്യും അല്ലെ, അതും ഇതിൽ പെടുന്നതാണ്, തേർഡ് പാർട്ടി മെത്തേഡാണ് അല്ലെ. ഡയറക്റ്റും അല്ല ഇൻഡയറക്റ്റും അല്ല, ഇതാണ് അതിന്റെ ഇടയിൽ നിന്നൊരു ഏജൻസി അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ 3 രീതിയിൽ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്താനായിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. ഓക്കെ, അത് 3ഉം ജസ്റ്റ് മനസ്സിലാക്കി പോകാം. അപ്പൊ എന്താണ് ഹെഡിങ്സ് മസ്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കാം. 3 രീതികളുടെ ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. കേളെ, ഇനി നമുക്കൊരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ ഉണ്ട്. ലാസ്റ്റ് വൺ എന്താണ്? മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം.
അതായത് നമുക്കറിയാം ഈ റിക്രൂട്ട്മെന്റിന്റെ അല്ലെ എപ്പോഴും റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്താണ് അവര് എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ നടത്തുന്നത് അല്ലെ. റിക്രൂട്ടിംഗ് സോഴ്സ് ഷുഡ് ബി പീരിയോഡിക്കലി അസസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ദ ക്രൈറ്റീരിയ മേ ബി ദ പോസ്റ്റ് പെർ ആപ്ലിക്കന്റ്, the applicant or a hiring ratio, turnover, performance appraisal, etc. അതായത് നമുക്ക് എപ്പോഴും അല്ലെ നമ്മള് തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഏതൊരു സ്ഥാപനത്തിനും അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു പോസ്റ്റുകളൊന്നും ഇല്ല അല്ലെ, ഏത് രീതിയിൽ നടത്തണം എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അല്ലെ. അങ്ങനെ വരുമ്പോഴും തീർച്ചയായിട്ടും ഈ ഒരു അസസ്മെന്റ് നടത്തണമെങ്കിൽ എന്താണ് അതിന്റെ മാനദണ്ഡങ്ങൾക്കൊന്നും പ്രത്യേകതയൊന്നും ഇല്ല എങ്കിൽ കൂടി ഏതൊരു ആപ്ലിക്കന്റും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അതായത് ആ കമ്പനിയെ സംബന്ധിച്ച് എന്താണ് ഒരു കാൻഡിഡേറ്റ് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഹയറിംഗ് റേഷ്യോ എന്താണെന്ന് നോക്കും. അതായത് ഒരു 100 പേരെ വിളിച്ചിട്ട് അതിൽ 10 പേരെയാണോ അവര് സ്വീകരിക്കുന്നത് അല്ലെ, അങ്ങനെയൊക്കെ നോക്കിയതിനു ശേഷം ആരെയാണ് പരിഗണിക്കുന്നതെന്ന് മോസ്റ്റ് ഓഫ് ദം ഇവാലുവേറ്റ് ചെയ്ത് മാത്രമാണ് ഓരോ ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് ഓരോ കാൻഡിഡേറ്റ് തയ്യാറാവുള്ളൂ. ശരിയല്ലേ? ശരിയാണോ? പിന്നെ അതേമാതിരി തന്നെ കാലാവധി ഉണ്ട് അല്ലെ. ഒരു നിശ്ചിത ആപ്ലിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അത് എത്രത്തോളം കാലാവധിയാണ് അതിലുള്ളത് അല്ലെ, അതനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുള്ളൂ. അതുമാത്രം തന്നെ എന്താണ് ലോ അല്ലെ എംപ്ലോയീസ് ജോബിനെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ എന്താണ് ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുന്ന അനുസരിച്ചിട്ട് തന്നെ അവരുടെ പ്രകടനം നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് അവര് കൊടുക്കുള്ളൂ. അപ്പൊ അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഈ സ്റ്റെപ്പില് നമ്മൾ എന്താണ് പ്രധാനമായിട്ടും പീരിയോഡിക്കലി അത് വിലയിരുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്ഥാപനം കൊടുത്തിരിക്കുന്ന ഈ ഇതുകള് കറക്റ്റ് ആയിട്ട് തന്നെ പാലിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് എന്താണ് അവര് വിലയിരുത്തും. റിക്രൂട്ടിംഗ് സോഴ്സ് ഷുഡ് ബി പീരിയോഡിക്കലി അസസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ദ ക്രൈറ്റീരിയ മേ ബി കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്. ഓരോ ആപ്ലിക്കന്റിന്റെയും മാനദണ്ഡത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ആപ്ലിക്കന്റിന് വരുന്ന കോസ്റ്റ്, പിന്നെ അതേമാതിരി ഹയറിംഗ് റേഷ്യോ, കാലാവധി, പെർഫോമൻസ് അപ്രൈസൽ എക്സെട്ര. ഇതെല്ലാം എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇതെല്ലാം അസസ് ചെയ്ത് അല്ലെ മര്യാദയ്ക്ക് വിലയിരുത്തിയതിനു ശേഷം മാത്രമാണ് ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോവുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്കറിയാം ചില കമ്പനികളൊക്കെ ഒരുപാട് ഓഫറുകളൊക്കെ കൊടുത്ത് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാനൊക്കെ ആയിട്ട് റിക്രൂട്ട്മെന്റ് നടപടികൾക്കൊക്കെ കുറെ ഫണ്ട് ഇറക്കിയെന്ന് വെച്ചു. അതിലെ മതിയായ യോഗ്യരായവരൊന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് അത് നഷ്ടമാണ്. ഇഷ്ടമല്ലേ? ഇഷ്ടമാണോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നല്ലപോലെ അനലൈസ് ചെയ്യും അല്ലെ. അത് എന്താണെന്ന് നല്ലപോലെ വിലയിരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആപ്ലിക്കേഷൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ. അപ്പൊ കുറെ ആപ്ലിക്കേഷൻസ് കിട്ടിയാൽ മാത്രമാണ് തീർച്ചയായിട്ടും നല്ല ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളെ അവർക്ക് നിയമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻസ് കുറെ അവൈലബിൾ ലഭിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചത് ഭയങ്കര നല്ല കാര്യമാണ് അല്ലെ. അപ്പൊ എന്താണ് സെലക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അത് ഇങ്ങനെ ആപ്ലിക്കേഷൻസ് കിട്ടണമെങ്കിൽ ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണമെന്ന് ഇവരെപ്പോഴും ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. അതേമാതിരി തന്നെ കാലാവധി, എത്രത്തോളം കാലാവധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ക്ഷണിക്കണം, അതല്ലെങ്കിൽ എന്താണ് ഓരോരുത്തരിൽ നിന്നും എത്രത്തോളം കോസ്റ്റ് ഈടാക്കണം, അങ്ങനെ പല ക്രൈറ്റീരിയ പല മാനദണ്ഡങ്ങളൊക്കെ വിലയിരുത്തിയതിനു ശേഷമാണ് അവര് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് പറയുന്ന മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു വേക്കൻസികളൊക്കെ എത്രത്തോളം കണ്ടെത്തുന്നത് നിലവിലുള്ളതിൽ നിന്ന് ആന്തരികമായിട്ടുള്ള ഉറവിടത്തിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന അനലൈസ് ചെയ്യും. പുറത്തുനിന്നൊക്കെ കളക്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ഏത് രീതിയിൽ കൂടെ അല്ലെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ തേർഡ് പാർട്ടി മെത്തേഡിൽ കൂടെ ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അനലൈസ് ചെയ്യും. then എന്താണ് എത്ര കാലാവധിക്ക് എത്രത്തോളം പോസ്റ്റ് കൊടുക്കണം, അപ്പൊ എത്രത്തോളം ആപ്ലിക്കേഷൻസ് കിട്ടും, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ നിന്ന് യോഗ്യരായവരെ കണ്ടെത്താൻ സാധിക്കും. അതെല്ലാം ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു നടപടിക്രമം പൂർത്തിയാക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തതിലേക്ക് എന്തായാലും ഇന്ന് നമ്മൾ റിക്രൂട്ട്മെന്റ് എടുത്തു അല്ലെ. മാൻ പവർ പ്ലാൻ കമ്പോണൻസ് അതൊരു ജസ്റ്റ് ഒരു 3 പോയിന്റ്സേ ഉള്ളൂ. റിക്രൂട്ട്മെന്റിലാണ് പഠിച്ചത്. കൂടുതലായിട്ട് റിക്രൂട്ട്മെന്റ് എന്താണെന്നുള്ളത് പഠിച്ചു, അതിന്റെ ഫാക്ടേഴ്സ് പഠിച്ചു, അതിന്റെ സ്റ്റെപ്സ് പഠിച്ചു അല്ലെ. എന്തായാലും നമുക്ക് കിട്ടിയോ?
എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടിയോ? റിക്രൂട്ട്മെന്റ് എന്താന്നുള്ളത് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ പുറകെയുള്ള ഫാക്ടേഴ്സും സ്റ്റെപ്സും നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ഡൗട്ടുകളൊന്നുമില്ല. അവിടെ ഇല്ലാത്ത ക്ലാസ്സും ഇടയ്ക്കൊക്കെ നമുക്ക് ക്ലാസ്സുകൾ കിട്ടാന്ന് വെച്ചാൽ മിസ്സാവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. സ്പീഡ് കൂടുതലുണ്ടോ? ചെറിയ വലിയ ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആണെന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, വലിയ കുഴപ്പമില്ല. ചാപ്റ്റർ റിക്രൂട്ട്മെന്റ് ഒക്കെ തുടങ്ങി നല്ല സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സെലക്ഷൻ തുടങ്ങിയെടുക്കാം. സെലക്ഷൻ ഒന്ന് തുടങ്ങി വെക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ തുടങ്ങി വെച്ചോട്ടെ. സെലക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സെലക്ഷൻ എങ്ങനെ നടക്കാം, ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഏതാണ് സെലക്ട് ചെയ്യുന്നുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം, സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ മതിയല്ലോ. ഓക്കെ, selection എന്താന്ന് നോക്കാം. The selection procedure is related to acquiring relevant information about an applicant. അതായത് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കന്റിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ്, വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് സെലക്ഷൻ പ്രൊസീജിയറിൽ നടക്കുന്നത്. The objective of the selection process is to find out whether an applicant meets the qualification for the specific job and to select the applicant who is mostly like to carry out well in the job. അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആ ജോലിക്ക് അല്ലെ, ഒരു സ്പെസിഫിക് ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നത് അല്ലെ. ആ ഒരു പ്രത്യേക ജോലിക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കന്റ് ആണോ അല്ലെ, അത് മനസ്സിലാക്കുക അല്ലെ, അവരെ കണ്ടെത്തുക. ഫൈൻഡ് ഔട്ട് വെദർ ആൻ ആപ്ലിക്കന്റ് മീറ്റ് ദ ക്വാളിഫിക്കേഷൻ ഫോർ എ സ്പെസിഫിക് ജോബ്. ആ പ്രത്യേക ജോലിക്ക് അർഹരായി അല്ലെ, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആൻഡ് ടു സെലക്ട് ദ ആപ്ലിക്കന്റ് ഹു ഈസ് മോസ്റ്റ്ലി ലൈക്ലി ടു ക്യാരി ഔട്ട് വെൽ ഇൻ ദാറ്റ് ജോബ്. അതെ, മാത്രമല്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ മാത്രമല്ല, കുറച്ചും കൂടി അല്ലെ ഇച്ചിരി കൂടി നല്ല ഏബിൾ ആയിട്ടുള്ള അല്ലെ ആ ജോലി ചെയ്യാനായിട്ട് വെല്ലായിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് ഡിസൈഡ് ചെയ്ത് അവരെ സെലക്ട് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സെലക്ഷനിൽ നടക്കുന്നത്. Selection involves choosing between applicants for job and removing applicants who are unsuitable applicants. ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടുമ്പോൾ ഏറ്റവും നല്ലവരെ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യുക, ബാക്കിയുള്ളവരെ അല്ലെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെയൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സെലക്ഷൻ പ്രൊസീജിയറിൽ നടക്കുന്നത്. By planning a selection policy, due consideration who be given to organizational needs as well as technical and professional extent of a selection procedure. നമ്മളെപ്പോഴും ഈ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വരില്ലേ സെലക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ചിലർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പുതിയ ഫ്രഷേഴ്സ് ആണ് കുറച്ചും കൂടി അല്ലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ. പഴയ കാലഘട്ടത്തിലെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ചിലർക്ക് പുതിയ നോളജ് കിട്ടിയ ഫ്രഷേഴ്സ് അല്ല. അപ്പൊ ഈ സെലക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക അല്ലെ. അതുകൊണ്ട് തന്നെ പറയുന്നത് while planning selection policy, the consideration should be given to organizational needs as well as a technical and professional extent of selection procedures. ഇവിടെ എന്താണ് സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പ്രൊഫഷണൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചിട്ട് വേണം അവരെയൊക്കെ സെലക്ട് ചെയ്യാൻ. ഇനി അതിന്റെയൊക്കെ കുറെ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ നെക്സ്റ്റ് ഇതിലുണ്ട്. സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ് ഉണ്ട്. അത് സെലക്ട് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കണ്ടിന്യൂഷൻ ആയിട്ട്. എനിവേ സെലക്ഷൻ എന്താന്നുള്ള ജസ്റ്റ് ഹെഡിങ് മാത്രമേ ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂഷൻ നടത്താം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am.